ഗുഡ് ആഫ്റ്റർനൂൺ ഉള്ള എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് മാത്സ് പഠിക്കാൻ ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ. കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മാറ്റി നിർത്തുന്ന മാത്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മളെല്ലാവരും ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ ലിമിറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അല്ലേ. അയ്യോ ലിമിറ്റ്സ്, നമ്മൾ ജസ്റ്റ് കാൽക്കുലസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ലിമിറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഇനിയും നമ്മൾ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഫസ്റ്റ് തുടങ്ങി വെക്കുന്നത് നന്നായിട്ട് പഠിച്ചൊക്കെ തീർത്തിട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ബാക്കി പഠിക്കാൻ പറ്റുന്നുള്ളൂ. ലിമിറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് പേടിക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതി എന്താണെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ലിമിറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് പറയുന്നത് ലിമിറ്റ്സ് എന്താണെന്നാണ്. ലിമിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് വരിക, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. നമ്മൾ പോളിനോമിയൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ, എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്നൊക്കെ പറഞ്ഞ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ ചാപ്റ്ററുകളൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് പോളിനോമിയൽസ് ഒക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ലിമിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷനുള്ളിൽ നമ്മളൊരു ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റുകളൊക്കെ ആയിരിക്കും അല്ലേ. എ ബി സി അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റുകളാവാം. അല്ലെങ്കിൽ നമുക്ക് വാല്യൂസ് 0 1 2 3 എന്നുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ലിമിറ്റ്സിൽ വരുന്നുള്ളൂ. അതിൽ ചില കേസസ് മാത്രമാണ് മാറി വരുന്നുള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ലിമിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും. അപ്പം അത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് ഒരു ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഈ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 1 ആണെന്നിരിക്കട്ടെ. അതായത് എന്താണ് വ്യത്യാസം വരുന്നത്, ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂവിന് 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതാണ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്താകും ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുമ്പം 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ഇത് മാത്രമാണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്താകും 1 പ്ലസ് 1 പ്ലസ് 1 ആൻസർ 3 എന്ന് കിട്ടുന്നു. ഇത്രയും സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മാത്രമാണ് ലിമിറ്റിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൽ നമ്മൾ എഴുതി വരുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു എന്നാകും. എക്സ് ടേൺസ് ടു ഇത് വായിക്കുന്നതാണ് എക്സ് ടേൺസ് ടു 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നായിരിക്കും നമ്മൾ എഴുതി വരിക. ഇത് ചെയ്തു വരുമ്പോൾ എന്താകും, എക്സിൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് കൊടുക്കുന്നു, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 അപ്പോൾ എത്ര ആൻസർ 3 കിട്ടുന്നു. ഇത് മാത്രമാണ് ആകെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. ഇതിൽ വേരിയബിളായിട്ട് വരുന്നത് എക്സ് മാത്രമാണ് ഒരു വേരിയബിൾ അതിൽ വരുന്നുള്ളൂ. ഇനി അടുത്തത് ഇതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 2 അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 ആണ്. എക്സ് ടേൺസ് ടു 2 എന്തായിരിക്കും അത് വരുന്നത്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താകും വരിക, എക്സ് സ്ക്വയറിന് പകരം 2 സ്ക്വയർ ആകും. 2 സ്ക്വയർ പ്ലസ് 2 ആൻസർ എന്ത് വരും, 4 പ്ലസ് 2 6 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇത് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂസ് കിട്ടും അല്ലേ. സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5. ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകുക. ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതും ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. എക്സ് ടേൺസ് ടു 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് പ്ലസ് 2വിന് എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 5 3/6 എന്ന ആൻസർ കിട്ടും. 3/6 മീൻസ് 1/2 ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ ഫീൽ ചെയ്യാനുണ്ടോ, പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാനില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 ഡിവൈഡഡ് ബൈ 3x പ്ലസ് 5. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പറ്റുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ടേൺസ് ടു 2 പറഞ്ഞിരിക്കുന്നത്, ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കിത് തന്നേക്കുന്നത് ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും തന്നിട്ടുണ്ട് അല്ലേ. ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ചില കേസിൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഡിനോമിനേറ്ററിലെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്,
0 ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ 0 ആയി പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കേസസിലും നമുക്ക് ചെയ്തു വരുമ്പോൾ ഇതുപോലെ ആൻസർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് നോക്കി 3 × 2 6 വരും, +5 11 കിട്ടും. അപ്പം നമുക്കിത് ബാക്കി ചെയ്തു പോകാം അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. ഇവിടെ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x² പകരം എന്താകും 2² + 2 × 2 - 5 ഡിവൈഡഡ് ബൈ 3 × 2 + 5. അപ്പോൾ ആൻസർ എത്ര വരിക? 2² 4 വരും, 4 + 4 - 5 ഡിവൈഡഡ് ബൈ 6 + 5 എന്ന് കിട്ടും. ആൻസർ എത്ര ആയിരിക്കും വരിക? 4 + 4 8, 8 - 5 3, 3/11 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇത് ചെയ്തു തീർക്കാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെറുതെ വാല്യൂസ് മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാതെ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x → 3 x × x + 1. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഇതിലും എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് 3 എന്നുള്ളതാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലേ. ലിമിറ്റ് x ഏതിലേക്കാണ് മാറുന്നത്? 3ലേക്കാണ് മാറുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 3 × 3 + 1, അതായത് 3 × 4 എന്ന് കിട്ടും. ആൻസർ എത്ര വരുന്നത്? 12 എന്ന് ആൻസർ കിട്ടുന്നു. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അത്ര സിമ്പിളായിട്ടാണ് ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റും. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് വാല്യൂസ് തന്നു, ഇതിനെ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാക്കി പറയാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഫസ്റ്റ് വൺ വരുന്നത്, നമ്മൾ എടുക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആണെന്നിരിക്കട്ടെ. കോൺസ്റ്റന്റ് ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ 1 2 3 4 അല്ലെങ്കിൽ ABC ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് k എന്നുള്ളത്. k എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂവിന് നമുക്ക് f(x) എന്ന ഫംഗ്ഷൻ തന്നു. ഇതിന് നമ്മളൊരു ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറയുകയാണ്. ലിമിറ്റ് x → 0 എന്ത് വരും? f(x) എന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ x എന്താണ് ഇവിടെ വരുന്നത്? f(x) k ആണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് x → 0 k എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ നമുക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു വേരിയബിൾ ഉണ്ടാവണം. ആ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? x അല്ലെങ്കിൽ y പോലെയുള്ള വാല്യൂസ് ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും തന്നിട്ടില്ല അല്ലെ. ഇവിടെ x → 0 പറഞ്ഞു, പക്ഷെ നമുക്ക് തന്ന ഫംഗ്ഷനകത്ത് x എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് ആൻസർ എന്ത് തന്നെ വരും? ആൻസർ k തന്നെയായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് റിസൾട്ട് എന്താണ്? f(x) എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? ഏതാണോ നമ്മൾ എടുക്കുന്ന സംഖ്യ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് തന്നെയായിരിക്കും വരുന്നത്. ഇനി സെക്കൻഡ് പറയുന്നതാണ്, f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് k × f(x) എന്നാണ് വന്നിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാകും, അതെങ്ങനെയായിരിക്കും വരിക? k × f(x) എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0 ആണെങ്കിൽ അതെന്തായിരിക്കും ചെയ്യേണ്ടത്? f(x) അവിടെ എന്ത് വരുന്നുണ്ട്? k × f(x) ആണ് വരുന്നത്. അപ്പോൾ k × f(x) വരുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണ്? k × f(x)ൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും k പുറത്തെടുക്കുക, എന്നിട്ട് ലിമിറ്റ് x → 0 f(x) എന്നായിരിക്കും വരിക. ഇതായിരിക്കും അവിടെ വരുന്ന വ്യത്യാസം. ഇപ്പം നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ഈ k എന്ന് പറയുന്ന ഫംഗ്ഷനെ പുറത്തേക്ക് എടുത്ത് വെക്കുക. എടുത്തു വെച്ചിട്ട് f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണോ തന്നിട്ടുള്ളത്, ഇപ്പം നേരത്തെ എഴുതിയ പോലെ x + 1 എന്നൊരു ഫംഗ്ഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് മാത്രമായിരിക്കും ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലിമിറ്റ്. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പറയാൻ പോകുന്നത്. മൂന്നാമത് പറയാൻ പോകുന്നത് നമുക്ക് തരുന്നത്, ഇപ്പം f(x) g(x) രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) ആൻഡ് g(x) എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. f(x) ആൻഡ് g(x). f(x) g(x) എന്ന് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ലിമിറ്റ് x → 0 f(x) + g(x) എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ
രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് അത് തമ്മിൽ പ്ലസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെ രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് ഒരെണ്ണം ചെയ്യുക പ്ലസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ജി ഓഫ് എക്സ് എന്ന് സെപ്പറേറ്റ് ആക്കി രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുക മാത്രമാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാതെ അതിൽ കൂടുതൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ x+1 എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അടുത്തത് ജി ഓഫ് എക്സ് എന്നും പറഞ്ഞിട്ട് ഇത് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്നും പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ എന്ത് തന്നിരിക്കുന്നത്? അടുത്തൊരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് x+2. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് പകരം x+1 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ജി ഓഫ് എക്സ് എന്നുള്ളതിന് പകരം x+2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലിമിറ്റ് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം 0 ഇട്ട് കൊടുത്താൽ ഇവിടെ ബാക്കി എന്ത് വരും? 1 വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2ഉം വരും. അത്ര മാത്രമായിരിക്കും നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി എഴുതി പോകാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല. അതുപോലെ നമുക്ക് ഒത്തിരി ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. ഇത്ര സിമ്പിളായിട്ടാണ് ലിമിറ്റ്സ് ഒക്കെ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ഫോർത്ത് വൺ. എന്താ വരുന്നത്? ഇതുപോലെ തന്നെ എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ടാകും, ജി ഓഫ് എക്സും തന്നിട്ടുണ്ടാകും. ഇത് തന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞത് അഡീഷൻ ആണ്. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ വരുന്ന കേസാണ് അടുത്തത് പറയാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈ രണ്ട് ഫംഗ്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ജി ഓഫ് എക്സ് എന്ന് രണ്ടായിട്ട് എടുത്തെഴുതിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഫംഗ്ഷൻസ്, ആ രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ടും നമ്മൾ മാറ്റി മാറ്റി എഴുതി അതിൽ ലിമിറ്റ് വാല്യൂസ് എക്സ് ടേൺസ് ടു 0 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ അതല്ല എക്സ് ടേൺസ് ടു 0ക്ക് വരാൻ ചിലപ്പോൾ 1 ആവാൻ 2 ആവാൻ 3 ആവാൻ നമുക്ക് ഏത് വാല്യൂ ആണോ ക്വസ്റ്റ്യനിൽ തരുന്നത് അതനുസരിച്ച് നമ്മൾ വാല്യൂസ് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ പറയുന്നത്, ഇതേ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നു. അതിൽ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ പ്ലസ് വന്നപ്പോൾ എന്ത് ചെയ്തു? പ്ലസിനെ നമ്മൾ രണ്ടായിട്ട് എടുത്തെഴുതി. അതുപോലെ മൈനസ് വന്നപ്പോഴും രണ്ടായിട്ട് എടുത്തെഴുതി. അതുപോലെ തന്നെ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും എന്ത് തന്നെ ചെയ്യുക? രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ജി ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എഴുതാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ച് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതുപോലെ രണ്ട് ഫംഗ്ഷൻസ് തരുന്നു, ആ ഫംഗ്ഷൻസിലേക്ക് ജസ്റ്റ് വാല്യൂസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അത്ര മാത്രമാണ് അതിൽ വരുന്നുള്ളൂ. അടുത്ത പറയാൻ പോണത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഡിവിഷൻ്റെ കേസാണ് വരുന്നതെങ്കിൽ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ രണ്ട് ഫംഗ്ഷനും എങ്ങനെയാണ്? ഡിവിഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ജി ഓഫ് എക്സ്. ഇങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യുക? ലിമിറ്റിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നുള്ളത് രണ്ടായിട്ട് എഴുതി അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ കണ്ടുപിടിക്കുക. ഏതാണോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതിൽ എക്സ് ടേൺസ് ടു 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂമറേറ്റർ കിട്ടും. അതുപോലെ ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 ജി ഓഫ് എക്സിൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതായിരിക്കും അടുത്തൊരു പ്രോപ്പർട്ടി പറയുന്നത്. ഇതിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം.
ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3. എക്സ് ടേൺസ് ടു -2 ആണ് വരുന്നത്. ഇതിലെന്തായിരിക്കും നമ്മൾ ചെയ്യുക? തന്നിരിക്കുന്ന നമുക്കൊരു എഫ് ഓഫ് എക്സും ഒരു ജി ഓഫ് എക്സും ആണ് നടക്കുന്നത് അല്ലേ? ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് ജി ഓഫ് എക്സ് ആയിട്ടും എടുക്കാം അല്ലേ? എഫ് ഓഫ് എക്സും തന്നു, ജി ഓഫ് എക്സും തന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3x പ്ലസ് 5. ഇത് ചെയ്തു വരുമ്പോൾ എന്താകും? ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ന്യൂമറേറ്റർ വരും. അതുപോലെ ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 3x പ്ലസ് 5 എന്നുള്ളത് ഡിനോമിനേറ്ററും വരും അല്ലേ? ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താകും? എക്സ് ടേൺസ് ടു -2 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2വിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2ൻ്റെ സ്ക്വയർ എന്ത് വരും? 4 കിട്ടും. 4 പ്ലസ് മൈനസ് 3 × -2 വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും അവിടെ? -6 പ്ലസ് 2 ഡിവൈഡഡ് ബൈ അടുത്ത എന്തായിരിക്കും വരുന്നത്? എക്സ് ടേൺസ് ടു -2 3 × 2 -2 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? -6 പ്ലസ് 5 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്കും 4 - 6ൻ്റെ ആൻസർ -2 പ്ലസ് 2 വരുമ്പോഴത്തേക്ക് ആൻസർ ഇവിടെ 0 ആയിരിക്കും കിട്ടുന്നത്. ബൈ -6 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 0/-1 ആൻസർ 0 തന്നെയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ ആൻസർ വരുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഇതിൽ നമുക്കൊരു വാല്യൂ കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ വരുന്നൊരു ഫോം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 0/0 എന്നൊരു ഫോമോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ പറയുന്നതാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അങ്ങനെ എന്തെങ്കിലും ഇൻഫിനിറ്റി അല്ലെങ്കിൽ നമുക്ക് 0/0 എന്നൊക്കെയുള്ള വാല്യൂസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അത് നമുക്ക് ന്യൂമറേറ്ററിൽ 0 വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഇപ്പം നമുക്ക് ഇവിടെ തന്നിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന വാല്യൂസ് അല്ലെ, ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന വാല്യൂസ് 0 ആയി പോകും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവിടെ എനിക്കിപ്പോൾ 0 കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങനെ ഒരു 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി നമുക്കതിനെ അറേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ എക്സ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ടല്ലേ പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടുത്തെ 0 വരുന്ന പ്രോപ്പർട്ടി മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് മാറ്റാം. പക്ഷേ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത്. ഫുള്ളി അത് ആൻസർ 0 ആയി പോകുന്നു അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോണത്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടേൺസ് ടു 3 എക്സ് പ്ലസ് 3. ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? ലിമിറ്റ് എക്സ് ടേൺസ് ടു 3 എക്സ് പ്ലസ് 3 ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. ലിമിറ്റ് എക്സ് ടേൺസ് ടു 3 എക്സ് പ്ലസ് 3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? എക്സ് പ്ലസ് 3യിൽ ഡയറക്റ്റ് 3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ എന്ത് വരും? 3 + 3 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ 6 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ്
ആർ ടേൺസ് ടു 1. ഇപ്പം നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂസ് വരുന്ന പോലെ തന്നെ ലിമിറ്റ് ആർ ടേൺസ് ടു 1 ആണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യനകത്ത് അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, പൈ ആർ സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നെന്നിരിക്കട്ടെ. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ പൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. അതിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരിക, ഇവിടെ നമുക്ക് ആറിൻ്റെ വാല്യൂവിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ആൻസർ എന്ത് വരും, പൈ ഇൻറ്റു 1 സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. ആൻസർ എന്ത് തന്നെ വരും, പൈ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 4, ലിമിറ്റ് എക്സ് ടേൺസ് ടു 4, 4x plus 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താ, ഡിനോമിനേറ്ററിൽ വരുന്നത് എക്സ് മൈനസ് 2 ആണ്. ആ എക്സ് മൈനസ് 2വിൽ നമ്മൾ എക്സിന് 4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വരും, 4 മൈനസ് 2 ആയിരിക്കും വരുന്നത്, 2 കിട്ടും നമുക്ക്. അപ്പം നമുക്ക് അവിടെ വാല്യൂസ് ഒന്നും ഡിനോമിനേറ്റർ 0 ആയി പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് വരും, 4 × 4 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്നായിരിക്കും വരുന്നത്. ആൻസർ എന്ത് വരും, 16 പ്ലസ് 3 9 വരും, 19 ബൈ 2 എന്നായിരിക്കും ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ലിമിറ്റ് എക്സ് ടേൺസ് ടു -1, ലിമിറ്റ് എക്സ് ടേൺസ് ടു -1, എക്സ് റേസ് ടു 10 പ്ലസ് എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എക്സ് റേസ് ടു 10, എക്സ് റേസ് ടു 10ൽ -1 ആണ് വരുന്നത് അല്ലേ. -1 റേസ് ടു 10 പ്ലസ് -1 റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1. അതിൽ നമുക്കറിയാം -1 റേസ് ടു 10, -1 റേസ് ടു 2, 4, 6 അങ്ങനെ നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക, +1 ആയിരിക്കും വരിക. അതുപോലെ -1 റേസ് ടു 1, 3, 5 ആണ് വരുന്നതെങ്കിൽ, പവർ വരുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും വരിക, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആൻസർ വരിക -1 ആയിരിക്കും. +1 ഡിവൈഡഡ് ബൈ -1 -2 ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പം ആൻസർ എന്തായിട്ട് പോകുന്നു, 1 - 1 0 ആയി പോകും. പിന്നെ എന്തുണ്ട്, 1 ബൈ -2. ആൻസർ എങ്ങനെ എടുത്തെഴുതാം, -1/2 നമുക്ക് എടുത്തെഴുതാൻ പറ്റും. ഇനി അടുത്ത പറയാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേസാണ്. അതിന് ഫസ്റ്റ് നമുക്കൊരു ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഈ ഒരു ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് നമുക്ക് എങ്ങനെ ആയിരിക്കും, n × എ റേസ് ടു n-1 എന്നായിരിക്കും അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇതുപോലെ ലിമിറ്റൊക്കെ ഫുള്ള് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതിലും നമ്മൾ എങ്ങനെ ചെയ്യണം, ഈ ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. n × എ റേസ് ടു n-1 അത് എങ്ങനെയായിരിക്കണം, എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. അതായത് ഇവിടെ വരുന്ന രണ്ട് വാല്യൂസ് എന്തായിരിക്കണം, സെയിം തന്നെ താഴെ വരണം. ആ റേസ് ടു പവർ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എക്സ് പ്ലസ് 1 റേസ് ടു 5 -1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എക്സ് പ്ലസ് 1 റേസ് ടു 5 -1 ഡിവൈഡഡ് ബൈ എക്സ്. ഈ തന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം എങ്ങനെയായിരിക്കും, ഇവിടെ നമുക്ക് തന്നേക്കുന്ന എക്സ് പ്ലസ് 1 ആണ്, താഴെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോമിൽ. എക്സ് മൈനസ് എയും ഇവിടെ താഴെ എക്സ് മൈനസ് എ വരണം, ഇവിടെ അതൊന്നും തന്നിട്ടില്ല. സോ നമുക്ക് ആകെ തന്നിട്ടുള്ള എന്താണ്, ലിമിറ്റ് എക്സ് ടേൺസ് ടു 0 എന്നൊരൊറ്റ കാര്യം തന്നിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യുക, പുട്ട് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, വൈ ആയിട്ട് എടുക്കുക. വൈ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, y-1 എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ y-1 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇവിടെ നമുക്ക്
എക്സ് 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? വൈ 1 ആയിരിക്കും വരിക അല്ലേ? ഇവിടെ നമുക്ക് y മൈനസ് 1 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ എന്താകും? ഇവിടെ 0 ഈസ് ഈക്വൽ ടു y മൈനസ് 1. അതായത് എന്ത് ചെയ്യും? ഈ -1 ഈ ഓപ്പോസിറ്റ് വന്നാൽ എന്താകും? അത് +1 ആകും. അപ്പോൾ y എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എക്സ് പ്ലസ് 1 പകരം എന്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ y കൊടുക്കാം. അപ്പം നമുക്ക് y റേസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക് താഴെ y മൈനസ് 1 എന്ന് കൊടുക്കാമല്ലോ. y മൈനസ് 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഇവിടെ നമുക്ക് വരുന്നതായിരിക്കും എക്സ് ടേൺസ് ടു 0 മാറി. ഇനി ആരാണുള്ളത്? y ആണുള്ളത് അല്ലേ? അപ്പം എന്താകും? y ടേൺസ് ടു 1 എന്നായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് കാരണം നമ്മൾ കണ്ടുപിടിച്ചെന്താ? എക്സ് 0 ആകുന്ന കേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? y ടേൺസ് ടു 1 ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? y റേസ് ടു 5 മൈനസ് 1 കിട്ടി. താഴെ നമുക്ക് എക്സിന് പകരം നമ്മൾ y മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വൈയുടെ വാല്യൂ ഏതിലേക്കായിരിക്കണം പോണത്? y ടേൺസ് ടു 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും? y റേസ് ടു 5 മൈനസ് 1 ബൈ y മൈനസ് 1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് y ടേൺസ് ടു 1 y റേസ് ടു 5 മൈനസ് 1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ y മൈനസ് 1. അതിപ്പോൾ ഏത് ഫോമിലേക്കായി? ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഫോമിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാം? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഈ മുകളിൽ വരുന്ന വാല്യൂ എന്താണോ അതായിരിക്കും. റേസ് ടു പവറാണ് നമുക്ക് എന്ത് n എന്ന് പറയുന്നത്. അപ്പോൾ ആൻസറിൽ എന്ത് വരും? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n എന്ത് വരും? 5 ആയിരിക്കും വരുന്നത്. ഇൻറ്റു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് എ എന്നാണ് അല്ലേ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. 1 റേസ് ടു n മൈനസ് 1 റേസ് ടു പവർ n എത്ര? 5 മൈനസ് 1. അപ്പോൾ വാല്യൂ എന്ത് വരുന്നു? 5 ഇൻറ്റു 1 എന്നായിരിക്കും അല്ലേ? 5 ഇവിടെ റേസ് ടു പവർ 4 കിട്ടും 5 മൈനസ് 1. അപ്പോൾ 1 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത്? 1 തന്നെയാണ്. അങ്ങനെയെങ്കിൽ 5 ഇൻറ്റു 1 ആൻസർ 5 തന്നെയായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 3x² മൈനസ് എക്സ് പ്ലസ് 10. 3x² മൈനസ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ x² മൈനസ് 4. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 ആണ് വരുന്നത്. ഇവിടെ ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 വരുമ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണ് നമുക്ക് നോക്കിയാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ? ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? ന്യൂമറേറ്റർ വരുന്നത് 2² വരും. അത് എത്ര തന്നെ വരും? 4 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തായി പോകും? 4 മൈനസ് 4 എന്ന് വരും. ഇപ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളെന്താ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3x² മൈനസ് എക്സ് മൈനസ് 10 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രാക്കറ്റിലാക്കിയിട്ട് 2 സൈഡിലേക്ക് മാറ്റി ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 ഇൻറ്റു അടുത്തതൊന്ന് ചെയ്യാൻ. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 3x² മൈനസ് 10 എന്നുള്ളതിനെ എങ്ങനെ മാറ്റാം? 3x² മൈനസ് എക്സ് മൈനസ് 10 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 3x² അതവിടെ തന്നെ നിൽക്കട്ടെ. 3x². അതുപോലെ ഇവിടുത്തെ മൈനസ് 10 അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മൈനസ് എക്സിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? മൈനസ് എക്സിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ബിയുടെ വാല്യൂവും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ സിയുടെ വാല്യൂവും കിട്ടണം. ഇവിടെ സിയുടെ വാല്യൂ എന്തായിരിക്കും? 3 × 10 30 ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത്? എന്തായിരിക്കും? 6 + 5 11 പോവും. പക്ഷേങ്കിൽ -1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? -6 + 5x ചെയ്താൽ പോരെ? 5x ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? -x എന്നല്ലേ കിട്ടുക. അതുപോലെ തന്നെ 6 × 5 എന്ത് വരും? 30 വരും അല്ലേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 30/3 10 കിട്ടുമല്ലോ. കിട്ടും അല്ലേ? -6 × 5 -30/3 -10 കിട്ടും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ലിമിറ്റ് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? ലിമിറ്റ് എക്സ് ടേൺസ് ടു 2 അതുപോലെ നിൽക്കും. 3x² മൈനസ് എക്സ് മൈനസ് 10 അല്ലേ? അതിനു മുന്നേ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? 3x² -6 കൂടെ ഒരുമിച്ചാക്കുക.
അതുപോലെ ഈ 5x മൈനസ് 10നെ ഒരുമിച്ചാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 3x² നിന്ന് 3xനെ പുറത്തെടുക്കുക അല്ലേ? അതുപോലെ തന്നെ 6x നിന്നും 3x പുറത്തെടുക്കാം. ബാക്കി ഇവിടെ എന്ത് വരും? ഒരു x-2 വരും. പ്ലസ് ഇവിടുന്ന് ഈ 5x മൈനസ് 10ൽ നിന്ന് ആരെ പുറത്തെടുക്കാം? അവിടെ നിന്ന് നമുക്കൊരു 2നെ പുറത്തെടുക്കാൻ പറ്റും അല്ലേ? 2നെ പുറത്തെടുക്കാൻ പറ്റും. 2നെ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്ത്? x-2 അല്ല 5 ആണ് പുറത്തെടുക്കാൻ പറ്റുന്നത്. പ്ലസ് 5 ഇൻറ്റു x-2 എന്ന് തന്നെ വരും. അപ്പോൾ അത് എന്ത് തന്നെ വരും? 5x മൈനസ് 10 എന്ന് തന്നെ വരുന്നത് അല്ലേ? 5 ഇൻറ്റു x 5x മൈനസ് 5 ഇൻറ്റു 2 വരുന്നത് എന്ത് വരും? -10 കിട്ടും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 3x പ്ലസ് 5 എന്നുള്ളതിനെ ഒരുമിച്ച് എഴുതാം. x-2 കോമൺ അല്ലേ വരിക? ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിനി ഈ ലിമിറ്റിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ലിമിറ്റ് x ടേൺസ് ടു 2. ഇവിടെ എന്ത് വരും? 3x പ്ലസ് 5 ഡിവൈഡഡ് ഇൻറ്റു x-2 ഡിവൈഡഡ് ബൈ x² മൈനസ് 4 എന്നായിരിക്കും വരുന്നത്. ഇനി ഇത് കിടക്കുന്നത് എങ്ങനെയാണ്? x² മൈനസ് 4 എന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. x² മൈനസ് 4 എന്നുള്ളത് കിടക്കുന്നത് x² മൈനസ് 2² അതായത് a² മൈനസ് b² ഫോമിലാണ്. ഇതിനെ അപ്പോൾ വീണ്ടും എങ്ങനെ മാറ്റാൻ പറ്റും? x-2 ഇൻറ്റു x പ്ലസ് 2 എന്ന് മാറ്റി എഴുതാൻ പറ്റും അല്ലേ? അതടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം അടുത്ത സ്റ്റെപ്പിൽ എന്താകും? ലിമിറ്റ് x ടേൺസ് ടു 2 3x പ്ലസ് 5 ഇൻറ്റു x-2 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ഇൻറ്റു x-2. ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് x ടേൺസ് ടു 2 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 എന്നായിരിക്കും വരുന്നത്. അപ്പം ആൻസർ എന്ത് വരും? ഇനി ഇതിൽ ഡയറക്റ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 0 ആയി പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ 0 ആകുമോ? ഇവിടെ 2 + 2 4 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 0 ആവാണ്ട് ആൻസർ കിട്ടുന്നു. 3 × 2 + 5 ഡിവൈഡഡ് ബൈ 2 + 2. അപ്പോൾ എന്ത് വരും ഇവിടെ? 6 + 5 ഡിവൈഡഡ് ബൈ 4 വരും. ആൻസർ 11/4 എന്നായിരിക്കും കിട്ടുന്നത്. അതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ലിമിറ്റ് x ടേൺസ് ടു 3 ലിമിറ്റ് x ടേൺസ് ടു 3 x⁴ മൈനസ് 81 ഡിവൈഡഡ് ബൈ 2x² മൈനസ് 5x മൈനസ് 3. ഇതായിരിക്കും അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 2x² മൈനസ് 5x മൈനസ് 3 ആണ് വരുന്നത്. അവിടെ നമ്മൾ 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? 3. അപ്പോൾ എന്ത് വരും? 9 വരും. 2 × 9 18 മൈനസ് 5 × 3 15 മൈനസ് 3 അല്ലേ? അത് നമുക്ക് ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക അല്ലേ? അപ്പോൾ എങ്ങനെ വരും? x⁴ മൈനസ് 81 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? x⁴ മൈനസ് x² ഹോൾ സ്ക്വയർ അല്ലേ? x² എന്ന് എഴുതാൻ പറ്റും ഇതിനെ. x⁴ മൈനസ് 81 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? x² ഹോൾ സ്ക്വയർ മൈനസ് 3² ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ 9 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 9 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2x² മൈനസ് 5x മൈനസ് 3 എന്നുള്ളതിനെ അതിനെ നമുക്ക് എങ്ങനെ വാല്യൂസ് മാറ്റാൻ പറ്റുക? മൈനസ് 5x മൈനസ് 3 വരുന്നു. അതിനെ നമുക്ക് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ 2x² ഇവിടെ നമുക്ക് വരേണ്ട എത്ര? മൈനസ് 5x വരണം അല്ലേ? മൈനസ് 5x ഇവിടെ നമുക്ക് 6 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും? 2x² അവിടെ അതുപോലെ നിൽക്കട്ടെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? മൈനസ് 3 അതുപോലെ നിൽക്കട്ടെ. ബാക്കി ഇടയ്ക്ക് വരുന്നത് മൈനസ് 5 ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈനസ് 6x പ്ലസ് x എന്ന് ചെയ്യാൻ പറ്റും അല്ലേ? മൈനസ് 6x പ്ലസ് x എന്ന് വരും.
അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? -5x തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2x² പ്ലസ് എക്സിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. -6x -3 എന്നുള്ളതിനെ ഒരുമിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഏതെടുക്കാൻ പറ്റും? എക്സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തുണ്ട്? 2x + 1 ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? ഇവിടെ നമുക്ക് 2നെ പുറത്തേക്ക് എടുക്കാം അല്ലേ? -2 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 3 പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 2x -1 അല്ലേ? 2x -1 ആയിരിക്കും വരുന്നത്. -6x -3 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? -6x -3 അതിൽ x -3 വരും. 2x + 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ -3. അപ്പോൾ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? +1 വരും. അപ്പോൾ 2x + 1 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താ വരിക? x -3 × 2x + 1 എന്നായിരിക്കും വരുന്നത്. ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ 2 വാല്യൂസ് അല്ലേ? ഇവിടെ 2 വാല്യൂസ് കിട്ടി. ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തേതും. ഈ 2 എണ്ണം കിട്ടിയതിനെ എന്ത് ചെയ്യുക? ലിമിറ്റ് x → 3 നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ലിമിറ്റ് x → 3 x⁴ -81 പകരം x² -9² എന്ന് എഴുതാം. അതുപോലെ താഴെ നമുക്ക് എന്ത് എഴുതാം? x -3 × 2x + 1 എന്നും എഴുതാൻ പറ്റും. ഇത്രയും വരെയാണ് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഇത് നമുക്ക് കിടക്കുന്നത് x² -9² അത് നമുക്ക് വീണ്ടും മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ മാറ്റാം? x² -9² എന്നുള്ളതിനെ വീണ്ടും മാറ്റി എഴുതിയാൽ എങ്ങനെയാണ് വരിക? മാറ്റി എഴുതുമ്പോൾ നമുക്ക് x² + 9 × അല്ലെങ്കിൽ x² + 3² x² + 9 × x² -9 എന്ന് എഴുതാൻ പറ്റും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇതിനെ നമുക്ക് വീണ്ടും മാറ്റാം. x² -9നെ അതെന്തായിട്ട് മാറും? x + 9 + 3 × x -3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? കാരണം എന്താ? 9 എന്ന് പറയുന്നത് എന്താണ്? 3² ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂസ് എന്തെഴുതാൻ പറ്റുന്നത്? അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് x² + 9 × x + 3 × x -3 എന്ന് ഇവിടെ എഴുതി വെക്കാം. ഡിവൈഡഡ് ബൈ എന്തും വരും? നമ്മൾ നേരത്തെ എഴുതി വെച്ചത് അല്ലേ? 2x + 1 × x -3 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് x → 3 കൊടുക്കണം. പക്ഷെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു x -3 x -3 ക്യാൻസൽ ചെയ്യാനുണ്ടല്ലേ? ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ കിട്ടുന്നത്? ബാക്കി വരുന്നതാണ് ലിമിറ്റ് x → 3 x² + 9 × x + 3 ഡിവൈഡഡ് ബൈ 2x + 1. ഇനി ഇതിനുള്ളിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3² 9 9 + 9 വരും. × 3 + 3 6 ഡിവൈഡഡ് ബൈ 2x 2 × 3 + 1 6 + 1 വരും. 7 കിട്ടും. ആൻസർ വരുമ്പോഴത്തേക്ക് 108 ഡിവൈഡഡ് ബൈ 7 ഇതായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് z ടേൺസ് ടു -1 z ടേൺസ് ടു 1 ആണ് വരുന്നത്. z ടേൺസ് ടു 1 z⁻³ (1/3) -1 ഡിവൈഡഡ് ബൈ z⁻³ (1/6) -1. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? x⁻n -a⁻n/x - a എന്നുള്ള ഫോമിൽ വരികയാണ്. നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ നമുക്ക് തന്നേക്കുന്നത് z-1 ആണ്. താഴെ നമുക്ക് z-1 തന്നിട്ടുണ്ട്. റേസ് ടു പവർ 1/3 ഇവിടെ 1/3 വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ? ക്യാൻസൽ ആയി പോകാൻ ഒരു z-1 മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുക?
മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുക. അത് ഇവിടെ വരുമ്പോൾ എങ്ങനെയാവും ചെയ്യുക? ലിമിറ്റ് z ടേൺസ് ടു 1 z റേസ് ടു 1/3 മൈനസ് 1 റേസ് ടു 1/3 ഡിവൈഡഡ് ബൈ ഒരു z മൈനസ് 1 അവിടെ ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത എന്ത് വരും? ഡിവൈഡഡ് ബൈ ലിമിറ്റ് z ടേൺസ് ടു 1. നമ്മൾ നേരത്തെ പറഞ്ഞില്ല എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് എടുക്കാൻ പറ്റുമോ? അത് എഫ് ഓഫ് എക്സ് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുക, ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ ചെയ്യാലോ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? z റേസ് ടു 1/6 മൈനസ് 1 റേസ് ടു 1/6 ഡിവൈഡഡ് ബൈ z മൈനസ് 1. ഇപ്പോൾ ഈ z മൈനസ് 1 z മൈനസ് 1 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേക്കുന്ന ഇത് തന്നെ അല്ലേ വരുള്ളൂ? z റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ z റേസ് ടു 1/6 മൈനസ് 1 തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്കായിരിക്കും വരിക. ഈ ഒരു ഫോമിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിന് നമുക്ക് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് എഫ് ഓഫ് എക്സിൻ്റെ കേസിൽ n എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 1 റൈസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1/6 ഇൻറ്റു 1 റേസ് ടു 1/6 മൈനസ് 1 എന്നായിരിക്കും വരുന്നത്. ഇവിടെ റേസ് ടു പവർ, ഇവിടെ 1ൻ്റെ റേസ് ടു പവർ -2/3 വന്നാലും ഇവിടെ -5/6 വന്നാലും റേസ് ടു പവർ 1 വരുന്നതൊക്കെ എന്തായി പോകും? റേസ് ടു പവർ വന്നിട്ടുണ്ടെങ്കിൽ 1ന് 1 തന്നെയാണ് വാല്യൂ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ എന്ത് വരും? 1/3 ഡിവൈഡഡ് ബൈ 1/6 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു 6/1 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിട്ട് വരും? 6/3 2 ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടേൺസ് ടു 1 ax² പ്ലസ് bx പ്ലസ് c ഡിവൈഡഡ് ബൈ cx² പ്ലസ് bx പ്ലസ് a. ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. അതായത് ഇതിൽ തന്നിരിക്കുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എ ബി സി എന്ന് പറയുന്ന വാല്യൂസ് അതിപ്പം ന്യൂമറേറ്ററിലായാലും ഡിനോമിനേറ്റർ ആയാലും എന്ത് വരുന്നില്ല? എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് എന്താവുന്നില്ല? മൂന്നും കൂടെ സം ചെയ്താൽ 0 അല്ല, ഒരു വാല്യൂ, ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇത് ചെയ്യാൻ എന്ത് ചെയ്യുക? എക്സ് ടേൺസ് ടു 1 ആണ് വരുന്നത് അല്ലേ? എക്സ് ടേൺസ് ടു 1 ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നില്ല. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? 0 ആയി പോകാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് വരും? a ഇൻറ്റു 1² പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1² പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് എ എന്ന് കിട്ടും. ഇതെന്തായിട്ട് വരും? എ പ്ലസ് ബി പ്ലസ് സി എന്നായിരിക്കും മുകളിൽ കിട്ടുക അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി എന്ന് തന്നെ കിട്ടും. അതെന്താവുന്നില്ലെന്ന് പറഞ്ഞു? നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എന്താ പറയണത്? സി എ പ്ലസ് ബി പ്ലസ് എ എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ? സി പ്ലസ് ബി പ്ലസ് എ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണത്? എ പ്ലസ് ബി പ്ലസ് സി തന്നെയാണ് അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി എന്ന് തന്നെ ആയിരിക്കും. ആൻസർ എന്ത് വരും? 1. കാരണം എന്താ? ഒരേ നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 1 തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്കിതിന് ആൻസർ എത്ര കിട്ടും? ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 1 ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടേൺസ് ടു -2. ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 1/x പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ എക്സ് ഇതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ബൈ എക്സ് പ്ലസ് 2 ഉണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? 1/x പ്ലസ് 1/2 അതിനെ നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. 1/x പ്ലസ് 1/2 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 2 + x ബൈ 2x എന്നായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മളത് ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ലിമിറ്റ് എക്സ് ടേൺസ് ടു -2 2 + x ഡിവൈഡഡ് ബൈ 2x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇതായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത് അല്ലേ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ വരുന്ന 2 + x എന്ന് പറയുന്നതും താഴെ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെയിം ആണ്. ഇതിൻ്റെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്, അതായത് ബൈ 1. തിരിച്ചാകുമ്പോൾ എന്താകും? അത് 2 + x ബൈ 2x ഇൻറ്റു 1/2 + x എന്ന് തന്നെ വരുന്നത്. അപ്പോൾ എന്താകും? ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് മാത്രമാണുള്ളത്? അവിടെ 1/2
2x മാത്രമാണുള്ളത് അല്ലേ. ലിമിറ്റ് x ടെൻസ് ടു -2 1/2x എന്നായിരിക്കും കിട്ടുന്നത്. ഇതിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, -2 വരും. അപ്പം ആൻസർ എന്ത് വരും, 1/2 ഇൻറ്റു -2 1/2 ഇൻറ്റു -2 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും, 1/4 വരും. ഇവിടെ നമുക്ക് മൈനസ് വരുന്നതുകൊണ്ട് -1/4 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് എന്നൊക്കെ തോന്നുന്ന കുറച്ച് പ്രോബ്ലംസ് അല്ലേ, ലിമിറ്റ്സ് ഒക്കെ ചെയ്തു വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിന്തിച്ചിരുന്നിട്ട് കോംപ്ലിക്കേറ്റഡ് എന്നൊക്കെ വിചാരിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു 3-4 പ്രോബ്ലംസും അതുപോലെ LHL RHL വെച്ചിട്ടുള്ള പ്രോബ്ലംസും എന്താണെന്നൊക്കെ ഉള്ളതും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയൊക്കെ നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ട് വരിക.